ഹലോ ഫോക്സ്, ട്വിൻ റിംഗ് മൊട്ടേഗി എന്ത് പേരല്ലേ. എന്തായാലും നമ്മുടെ ജാപ്പനീസ് ജീപ്പ് നടന്നത് ഇവിടെയാണ്. ആൻഡ് ഈ റേസിന് ശേഷം നമ്മുടെ ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന ഹോഹെ മാർട്ടിനും സെക്കൻഡ് നിൽക്കുന്ന പെക്കോ ബാഗ്നായും തമ്മിൽ വെറും 10 പോയിന്റിന്റെ ഡിഫറൻസ് ഉള്ളൂ. ആൻഡ് ഇനിയാണെങ്കിൽ ആകെപ്പാടെ 4 റേസും കൂടി ഈ സീസണിൽ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാമ്പ്യൻഷിപ്പ് ബാറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കുകയാണ്. സോ ഇതിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ബാറ്റിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ചാമ്പ്യൻഷിപ്പ് ഇതിലും ടൈറ്റ് ആയിരുന്നു. കാരണം ലാസ്റ്റ് റേസിലാണ് പെക്കോ ബാഗ്നായി വേൾഡ് ചാമ്പ്യൻ ആവുന്നത്. അതും ദേശയും നമ്മുടെ ഹോഹെ മാർട്ടിനെ തോപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും മാർട്ടിന് ജയിച്ചാലേ പറ്റുള്ളൂ. കാരണം പക അത് വീട്ടാനുള്ളതാണ്. അതുപോലെ തന്നെ പെക്കോയ്ക്കും ജയിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ പെക്കോയിനേക്കാളും കൂടുതലായിട്ട് ഫാക്ടറി ഡുക്കാട്ടിക്ക് ഇത് ജയിക്കണം എന്നുള്ളതാണ്. കാരണം മാർട്ടിനും പെക്കോയും രണ്ടുപേരും ഉപയോഗിക്കുന്ന ഡുക്കാട്ടിയുടെ ബൈക്കാണെങ്കിലും മാർട്ടിൻ എന്ന് പറയുന്നൊരു തേർഡ് പാർട്ടി സാറ്റലൈറ്റ് ടീമാണ്. പെക്കോ ഓടിക്കുന്നതാണെങ്കിൽ ഡുക്കാട്ടിയുടെ ഫാക്ടറി ടീമാണ്. അപ്പോൾ ഈ തലയിരിക്കുമ്പോൾ വാലാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. ഇത് മാത്രമല്ല, അടുത്ത കൊല്ലം പ്രമാക്ക് ആണെങ്കിൽ യമഹയിലേക്ക് പോവാണ്. അതുപോലെ ഹോഹെ മാർട്ടിനാണെങ്കിൽ അപ്രീലിലേക്ക് പോവാം. സോ മാർട്ടിൻ എങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 എന്ന് പറയുന്ന നമ്പർ മാർട്ടിൻ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ പണി മുഴുവൻ എടുത്ത് ഡുക്കാട്ടി, ക്രെഡിറ്റ് മുഴുവൻ അപ്രീലിലേക്ക്.